തഴവ കുതിരപ്പന്തി മൂലേശ്ശേരിൽ ഭഗവതി ക്ഷേത്രത്തിലെ നവാഹയജ്ഞത്തിന്റെ ഭാഗമായി പാർവതി പരിണയം നടത്തി. പ്രത്യേക പൂജകളും ഇതോടനുബന്ധിച്ച് നടന്നു. തഴവ കുതിരപ്പന്തി മൂലശ്ശേരിൽ ഭഗവതി ക്ഷേത്രത്തിലെ നവാഹയജ്ഞത്തോടനുബന്ധിച്ചാണ് പാർവതി പരിണയം നടത്തിയത്. ഇതോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും നടന്നു. വാദ്യമേളത്തോടെ താലപ്പൊലി, മുത്തുകുട എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്ര ക്ഷേത്രം വലവെച്ച് യജ്ഞശാലയിലെത്തി. ഇതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. യജ്ഞാചാര്യൻ വൈക്കം ശെൽവരാജ്, യജ്ഞഹോതാവ് അജി ഗൗരീശം, ക്ഷേത്രമേൽശാന്തി ദിലീപ് ശർമ്മ തുടങ്ങിയവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ജീവാത്മാവും പരമാത്മാവും കൂടി സംയോജിപ്പിച്ച് ജീവത്യാഗം ചെയ്തു. അതോടുകൂടി മഹാദേവൻ ഘോരമായ തപസ്സിൽ ഏർപ്പെട്ടു. ഈ സമയം സൂര്യപത്മാസുരൻ, താരകാസുരൻ, ത്രിപുരന്മാര് ഇവരെല്ലാം ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങിച്ചു. ശിവപുത്രനാലെ മൃത്യു സംഭവിക്കാവൂ എന്ന്. മഹാദേവൻ എങ്ങോട്ട് പോയി എന്നോ എവിടെ തപസ് ചെയ്യുന്നു എന്നോ ദേവന്മാർക്കാർക്കും അറിയില്ല. ഘോരമായ തപസ്സിൽ ഏർപ്പെട്ടു. അസുരന്മാരുടെ ക്രൂരപീഡനം സഹിക്കവയ്യാതെ ദേവന്മാര് വലഞ്ഞു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർക്ക് പോലും അവരെ ജയിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ സമയം ദേവന്മാരെല്ലാവരും കൂടി ശക്തി ആരാധന ചെയ്തു. ആ ശക്തി ആരാധന ചെയ്തതിന്റെ ഫലമായി ജീവാത്മാവ് സംയോജിപ്പിച്ച സതീദേവി ദക്ഷന്റെയും മേനാദേവിയുടെയും പുത്രിയായി പാർവതി എന്ന നാമധേയത്തിൽ ഹിമവാൻ സരസ്സുകളിൽ പൂജാതയായി. കുടവട്ടൂർ ഉണ്ണികൃഷ്ണൻ, കുരീപ്പുഴ സുഗണൻ, ചക്കുളം ശ്രീമുരുകൻ, മുരളി, സുമേഷ് ലാൽ, ബിജു തുടങ്ങിയവരാണ് യജ്ഞപൗരാണികർ. പ്രസിഡന്റ് ശശി, സെക്രട്ടറി ശ്രീനു രവീന്ദ്രൻ, ട്രഷറർ രാജൻപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനുവരി 4-ന് യജ്ഞം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തഴവ.